അമ്മ, ആരവനെ പോലെ തന്നെ എനിക്കും ദൈവം ആ കഴിവ് തന്നിട്ടില്ല. ആരൊക്കെയാ ഈ ലോകത്ത് ഫേക്ക് റിയല് എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഇത്ര കാലം മനസ്സിലാക്കിയതെല്ലാം തെറ്റായിരുന്നു. നിങ്ങളുടെ കഥ ഞാൻ അറിഞ്ഞില്ല. ഇപ്പോ അറിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിലും നിങ്ങളോട് ഒന്ന് മാപ്പ് പറയാനോ അല്ലെങ്കിൽ നിങ്ങൾ അയാളിൽ നിന്ന് എന്നെ രക്ഷിച്ചതിന് നന്ദി പറയാനോ എനിക്ക് കഴിയില്ല. എന്തിന്, സൗഹൃദത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ പോലും പറ്റില്ല. ഞാൻ എത്രയും പെട്ടെന്ന് എന്നെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിത്തരും. അതല്ലാതെ ഈ അവസ്ഥയിൽ എനിക്കൊന്നും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റില്ല. അമ്മ കരുതും പോലെ ജീവിക്കാനുള്ള പ്രതീക്ഷയാവാൻ, നിങ്ങളുടെ സന്തോഷമാവാൻ, നിങ്ങൾക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കാൻ, നിങ്ങൾക്ക് സ്നേഹിക്കാൻ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരാൾ വരും. അത് പക്ഷേ ഞാനല്ല എന്ന് പറയാൻ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ആരവായിരിക്കും? ഞാൻ നോക്കിയിട്ട് വരാം. മോൻ വന്നോ? മോൻ എന്തെങ്കിലും കഴിച്ചോ? അവളെന്തെങ്കിലും കഴിച്ചോ? എന്തോ സ്റ്റൊമക്ക് അപ്സെറ്റ് ആണെന്ന് പറഞ്ഞ് കുറച്ച് ഭക്ഷണം കഴിച്ചോളൂ. ഡോക്ടറെ കാണിക്കാന്ന് പറഞ്ഞിട്ട് അവള് കേട്ടില്ല. ഇപ്പോ ഒരു ചെറിയ മയക്കത്തിലാ. വയറില് അവിടെ ഇവിടെയൊക്കെ വേദന ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നില്ല. മോൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. വയറ്റിൽ വല്ല ചതവോ മുറിവോ ഉണ്ടോ എന്ന് അറിയില്ലല്ലോ. വെള്ളമൊക്കെ കുടിച്ചില്ലേ ഇന്ന്? വെള്ളമൊക്കെ നന്നായിട്ട് കുടിച്ചു. മോൻ പറഞ്ഞ അളവിനേക്കാളും കുടിച്ചു. പക്ഷെ ഭക്ഷണം മാത്രമാണ്. മോൻ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ശരി. അമ്മോ, ആ പോയത് നിന്റെ മോൻ തന്നെയാണോ? നിങ്ങൾ അവനെ അത്ര കൊച്ചാക്കൊന്നും വേണ്ട. വാ, ഒരു കാര്യം കാണിച്ചു തരാം. എന്താ ഇത്? എന്തിനാ ഇത്രയും ഒരുമിച്ച് വാങ്ങിയേ? അയ്യോ, തീർന്നില്ല. ഇതെല്ലാം നിങ്ങളുടെ മോൻ വാങ്ങിയതാ. അവന്റെ ഭാര്യക്ക് ഇത്തിരി വൈറ്റമിൻസിന്റെ കുറവുണ്ട്. അതിന് ഇത്രയും വാങ്ങണോ? ഇതിപ്പോ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയ പോലെ ഉണ്ടല്ലോ. അതിന് ഡോക്ടർക്ക് ഏതൊക്കെ വെജിറ്റബിളില് ഏതൊക്കെ വൈറ്റമിൻ ഉണ്ടെന്നല്ലേ അറിയൂ. എത്ര വാങ്ങണം, എങ്ങനെ വാങ്ങണം എന്നൊന്നും അറിയില്ലല്ലോ. ഇറ്റ്സ് ഓക്കെ, കിടന്നോ? നീ മെഡിസിൻസ് ഒക്കെ കഴിച്ചോ? കഴിച്ചിരുന്നു. അല്ല, എന്റെ റിസ്കിലാണ് തന്നെ ഡിസ്ചാർജ് ചെയ്തത്, അതുകൊണ്ട് ചോദിച്ചതാ. പിന്നെ നിന്റെ പെയിൻ, നിനക്ക് സ്റ്റൊമക് പെയിൻ ഉണ്ടെന്ന് അമ്മ പറഞ്ഞു. ഉണ്ടായിരുന്നു. 2-3 തവണ സ്റ്റൊമക് പെയിൻ വന്നു. അതുപോലെ തന്നെ പോയി. ഇപ്പൊ ഞാൻ ഓക്കെയാണ്. അപ്പൊ ഏതെങ്കിലും പെയിൻ കില്ലർ കഴിച്ചിട്ടാണോ മാറിയത്? അതെ, ഞാൻ ഡോളോ കഴിക്കുന്നുണ്ടല്ലോ. ഇപ്പോ ഓക്കെ ആയി. എന്നാ അത് വീണ്ടും വരും. നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോവാം. വേണ്ട, ഇപ്പൊ ഞാൻ ഓക്കെയാ. ഹലോ, അത് ഇനിയും വരുന്നു പറഞ്ഞില്ലേ? ഇനി ഏതെങ്കിലും അസമയത്ത് വല്ല അസുഖം വന്ന അപ്പൊ നിന്നെ എടുത്തിട്ട് ഓടണ്ടേ? അതിലും ഭേദം ഇപ്പൊ പോകുന്നതല്ലേ. ഞാനെന്തിനു ഹോസ്പിറ്റലിൽ പോവണം? ഇവിടെ ഒരു ഡോക്ടർ ഉള്ളതിന്റെ ഉറപ്പിലല്ലേ എന്നെ ഇങ്ങോട്ട് വിട്ടത്. പിന്നെന്താ കുഴപ്പം? ഞാനൊരു ഡോക്ടറൊന്നും അല്ല. ഹൗസ് ഏജൻസി കംപ്ലീറ്റ് ആയാലേ MBBS എങ്കിലും ഉണ്ടെന്ന് പറയാൻ പറ്റൂ. എനിക്ക് MBBS പോലും ഇല്ല, മനസ്സിലായോ? ഞാൻ ഡോക്ടർ അല്ല. ഹൗസ് ഏജന്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തല്ലേ ഇതെല്ലാം കളഞ്ഞിട്ട് പോകുന്നത്. ചിലപ്പം സർട്ടിഫിക്കറ്റ് കിട്ടാൻ 1 വർഷത്തെ പ്രാക്ടീസ് വേണ്ടി വരും. പക്ഷേ എന്നെ ചികിത്സിക്കാൻ അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും കൃത്യമായിട്ട് എല്ലാ മെഡിക്കൽ ടേംസും ഇപ്പോഴും ഓർത്തിരിക്കുന്നത് ഞാനും കേട്ടതാണല്ലോ. ഇത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്, പ്രാക്ടീസ് ഇല്ല, എക്സ്പീരിയൻസ് ഇല്ല എന്നതൊക്കെ ശരി തന്നെ. പക്ഷേ എന്റെ മെഡിക്കൽ റിപ്പോർട്ട് ബൈ ഹാർട്ട് ആണെന്ന് എനിക്കറിയാം. എന്റെ ബോഡിയുടെ ഇപ്പോഴത്തെ കണ്ടീഷനും എന്റെ മെഡിസിനും എനിക്ക് എന്തൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടെന്നും എല്ലാം അരച്ചു കലക്കി വെച്ചിരിക്കുകയല്ലേ. അതല്ലേ
ഇത്രയും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങി വെച്ചത്? ഹലോ, മെഡിക്കൽ റിപ്പോർട്ട് ഞാൻ പഠിച്ചിട്ടുള്ളത് എന്റെ ഇൻട്രസ്റ്റ് കൊണ്ടാണ്. എനിക്ക് ആ മേഖല കുറച്ച് അറിയാം എന്നതുകൊണ്ട്. പക്ഷേ ഈ വെജിറ്റബിൾസ് എല്ലാം വാങ്ങിയത് നിന്റെ ഡോക്ടർ പറഞ്ഞിട്ടാണ്. അതെന്റെ ഇൻട്രസ്റ്റ് കൊണ്ടല്ല. ഓക്കെ കൂൾ, അതെനിക്കറിയാലോ. എന്റെ ഹെൽത്തിനെ കുറിച്ച് കൺസേൺ ആവേണ്ട ആവശ്യം താങ്കൾക്കില്ലല്ലോ. ഡോക്ടർ പറഞ്ഞിട്ട് തന്നെയാ, അതെനിക്കറിയാം. ഇത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്ക് ആ ഹൗസ് ഏജൻസി കംപ്ലീറ്റ് ചെയ്ത് ആ മെഡിക്കൽ ഡിഗ്രി സ്വന്താക്കിക്കൂടെ? എന്തിന്? ഇത്ര വർഷം അതിൽ ഇൻവെസ്റ്റ് ചെയ്തില്ലേ, ആ 5 വർഷം വേസ്റ്റ് ആയി പോകണ്ടല്ലോ. തൽക്കാലം അതിന്റെ ആവശ്യമില്ല. ഇതൊരു തരം വാശിയോ ഈഗോയോ ഒക്കെ ആയിട്ടാ എനിക്ക് തോന്നുന്നത്. എക്സ്ക്യൂസ് മീ, ഞാൻ MBBS കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ തനിക്കെന്താ? നൈസ് ക്വസ്റ്റ്യൻ. ഇതെന്താ വരാത്തത് എന്ന് ആലോചിച്ചിരിക്കായിരുന്നു. എനിക്ക് താൻ MBBS കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ മനുഷ്യന് പലതരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടെന്നും അത് പലതരത്തിൽ പ്രകടിപ്പിക്കാമെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ MBBS കഴിഞ്ഞിട്ടും നിങ്ങൾക്കിതൊന്നും അറിയില്ലേ? എപ്പോ നോക്കിയാലും ഒരുമാതിരി കറണ്ട് അടിച്ച പോലെ നിർവികാരികമായൊരു ഭാവം, അതല്ലെങ്കിൽ ഒടുക്കത്തെ ദേഷ്യം. ഈ മുൻകോപല്ലാതെ വാത്സല്യം, സ്നേഹം, ബഹുമാനം, പ്രണയം, പ്രേമം, ഇങ്ങനെ കുറെ സോഫ്റ്റായ ഇമോഷൻസ് ഉണ്ടെന്ന് പഠിക്കാൻ പ്രാക്ടീസ് ചെയ്യും ഒക്കെ ചെയ്യാലോ. സാധാ മനുഷ്യര് അത് മനുഷ്യരോട് ഇന്ററാക്ട് ചെയ്തിട്ടാണ് പഠിക്കാറ്. പക്ഷേ നിങ്ങൾക്ക് MBBS പഠിച്ചാലേ പഠിക്കാൻ പറ്റുന്ന തോന്നുന്നത്. ഏതോ കടുവക്കൂട്ടിലെ വളർന്നെന്ന് തോന്നുന്നു. എന്ത്? അല്ല, കടുപ്പാണ് ഈ സ്വഭാവം എന്ന് പറഞ്ഞതാ. ഒരു ചേഞ്ചൊക്കെ വരുത്തിക്കൂടെ? എല്ലാരോടും ചിരിച്ചൊക്കെ ഒന്ന് സംസാരിച്ചൂടെ? നീ എന്താ ചെയ്യാൻ പോകുന്നത്? പ്ലീസ്. ഞാൻ ഇതുപോലെ ഒരു ചേഞ്ച് തന്നാ നീ താങ്ങോ? സോറി, ഞാൻ വെറുതെ. സോറി, പ്ലീസ് പ്ലീസ്. അപ്പൊ പേടിയുണ്ട്. എന്റെ ഇമോഷൻസ് ഒന്നും കൗണ്ട് ചെയ്യാൻ നിൽക്കാതെ മോൾ ഉറങ്ങാൻ നോക്ക്. ആരെയും നന്നാക്കാൻ നിൽക്കാതെ നൈസായിട്ട് സ്കൂട്ടാവുന്നതാ എന്റെ ആരോഗ്യത്തിന് നല്ലത്. ഇയാളടുത്തുനിന്ന് അടി കിട്ടാത്തത് മഹാഭാഗ്യം. ജാനി, എന്തുപറ്റി? നിനക്ക് വയറ് വേദനിക്കുന്നുണ്ടോ? ഇവിടെ എനിക്ക് വല്ലാതെ വേദനിക്കുന്നു. ഞാൻ പറഞ്ഞില്ല അത് പിന്നെയും വരുമെന്ന്. അപ്പൊ ഹോസ്പിറ്റലിൽ പോവാന്ന്. ഇപ്പോഴാണെങ്കിൽ അവിടെ വൈശാഖം ഉണ്ടാവില്ല. എനിക്കെന്തെങ്കിലും പെയിൻ കില്ലർ, ആ പെയിൻ കില്ലർ എടുത്ത് തന്നാൽ മതി. ഏയ്, അത് നീ നൈറ്റ് കഴിച്ചതല്ലേ, അതിനൊക്കെ ഒരു ഡോസ് ഉണ്ട്. അവിടെ നിൽക്കേ, ഞാനൊന്ന് കോൾ ചെയ്യട്ടെ. ഹലോ വൈശാഖ്, ഞാൻ ആരവാണ്. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. ജനനിക്ക് ഭയങ്കര സ്റ്റൊമക് പെയിൻ. എന്തെപ്പോഴത്തെ കണ്ടീഷൻ? എടാ, നല്ല സ്റ്റൊമക് പെയിൻ ഉണ്ട്. അതിന്റെ റീസൺ ചെക്ക് ചെയ്യാനല്ലേ നിന്നെ വിളിച്ചത്. എടാ, അതിന് ഞാനെന്തിനാ? ഞാൻ ഈ ഉറക്കം കളഞ്ഞ് അങ്ങോട്ട് വരേണ്ട വല്ല ആവശ്യമുണ്ടോ? നിന്റെ ഭാര്യയെ ചെക്ക് ചെയ്യാൻ നിനക്ക് കഴിയില്ലേ? നിന്നെക്കാൾ നന്നായി അവളുടെ മെഡിക്കൽ റെക്കോർഡ് എനിക്ക് പോലും അറിയില്ല. ഞാനെന്തിനാ അവിടെ വരുന്നത്? നീ ചെക്ക് ചെയ്തിട്ട് പറ. അതല്ലടാ, ഞാൻ ഈ ടച്ച്. ഹലോ ഹലോ, ഫോൺ കട്ട് ചെയ്തിട്ടില്ലല്ലോ. ഉറങ്ങിയോ? ഹലോ. ജനനി, ഞാൻ ചെക്ക് ചെയ്യാം. ഈ ക്ലോത്ത് ഒന്ന് മാറ്റിയ ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു. ജനനി, ഇവിടെ വേദന ഉണ്ടോ? വേദന, അവിടെ വേദന ഉണ്ട്. പ്രസ് ചെയ്യുമ്പോ വേദന കൂടുന്ന പോലെ തോന്നുന്നുണ്ടോ? ഇവിടെ താഴെ വേദനിക്കുന്നുണ്ടോ? റിലാക്സ് റിലാക്സ്. ഞാനിപ്പോ വരാം.
ജാനി, കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യേ, ഞാൻ മെഡിസിൻ വാങ്ങിയിട്ട് വരാം. ശേ, എനിക്കിതെന്താ പറ്റിയേ? ഞാൻ ആദ്യമായിട്ടൊന്നല്ലല്ലോ ഒരു പെണ്ണിനെ നോക്കുന്നത്. ഉഫ്, അവളെന്ത് വിചാരിച്ചോ എന്തോ. അവൾക്കും ബോധമില്ലാത്ത നന്നായി, അല്ലെങ്കിൽ നാണക്കേട്. ശബരി പറയും പോലെ ഞാൻ അവളെ കെയർ ചെയ്യുന്നുണ്ടോ? എനിക്ക് അവളെ വിഷമിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ. ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടോ? ആരോ അവൾ മറ്റൊരുതിനു വേണ്ടി എന്നെ തേടി വന്നതാണ്, എന്നെ നശിപ്പിക്കാൻ വന്നതാണ്. അപ്പം പറഞ്ഞ പോലെ ഒരു പെണ്ണരുമ്പെട്ട എന്നെ വേരോടെ പിഴുതെറിയാൻ കഴിയും. അല്ല, അങ്ങനെയല്ല. ജനനിയുടെ കാര്യം അങ്ങനെയല്ല. അവൾക്ക് ആരാണെന്ന് അറിയില്ലായിരുന്നു. ARVയുടെ CEO ആരാണെന്ന് അറിയില്ലായിരുന്നു. അവളെ ട്രാപ്പിലാക്കിയതാണ്. ഷീസ് ഇന്നസെന്റ്. ജനനി, എനിക്ക് നിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു, നിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു. എനിക്ക് നിന്നോട് ഒന്ന് ദേഷ്യപ്പെടാൻ പോലും പറ്റുന്നില്ല. ഞാൻ മുൻപൊരിക്കലും ഇങ്ങനെ ആയിരുന്നില്ല. എനിക്ക് മുൻപൊരിക്കലും ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ സിറ്റുവേഷൻ, I don't know why ജാനി, I don't know why I am caring you this much. ഏതായാലും മെഡിസിൻ വാങ്ങിയിട്ട് പോവാം. ദാ ഈ മെഡിസിൻ കഴിക്കേ. ഇത് കഴിച്ച പെയിൻ കുറയും. നാളെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു സ്കാനിങ് എടുക്കാം. ഇപ്പോൾ തൽക്കാലം ഒന്ന് ഉറങ്ങാൻ നോക്ക്. മോൾക്കിപ്പോ വേദനയുണ്ടോ? ഇപ്പോ വേദനയൊന്നുമില്ല. അമ്മ, ഞാൻ ഒരുപാട് നേരം ഉറങ്ങിയോ? ഒരുപാടൊന്നുമില്ല, എങ്കിലും സ്കാനിങ് കഴിഞ്ഞ് കിടന്നുറങ്ങിയതല്ലേ. ഇപ്പോ ഒത്തിരി സമയമായി. ലഞ്ചൊന്നും കഴിച്ചില്ലല്ലോ. ഉറങ്ങിപ്പോയമ്മ. ഇന്നിവിടെ നിൽക്കേണ്ടി വരുമോ? അമ്മയ്ക്കെന്നെ വിളിക്കായിരുന്നില്ലേ? ഇന്നലെ വേദന കാരണം മോളൊട്ടും ഉറങ്ങിയില്ല, വളരെ ലേറ്റായിട്ടാ ഉറങ്ങിയതെന്ന് ആരോ പറഞ്ഞു. അതാ പിന്നെ വിളിക്കാതിരുന്നത്. ഉണർന്ന വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലും തരാനാ പറഞ്ഞത് ഡോക്ടർ. അമ്മ പോയിട്ട് ജ്യൂസ് എന്തെങ്കിലും വാങ്ങിട്ട് വരാം. ആരോ ഇപ്പൊ വരുമായിരിക്കും. അവൻ ഡോക്ടറുടെ റൂമിലുണ്ടായിരുന്നു. സ്കാനിങ് റിപ്പോർട്ടിനെ കുറിച്ച് എന്തോ ഡിസ്കസ് ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് ഡോക്ടറുടെ ക്യാബിനിലേക്ക് പോയിട്ട് കുറച്ച് നേരമായി. എനിക്കൊരു ചായ മതി അമ്മ. എനിക്ക് തണുത്തതൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. ശരി എന്നാ, മോള് റെസ്റ്റ് എടുക്ക. ഇനി ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാന്ന് വെച്ചാൽ എന്റെ കാല് മാത്രമല്ല, ഞാനിവിടെ ഒരു സ്നേഹവലയത്തിൽ പെട്ടിരിക്കുകയാണ്. അതിനെന്നെ തളച്ചിടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ അതൊന്നും കണ്ട് ഞാനിവിടെ നിന്നുകൂടാ. ഞാനിതൊന്നും അർഹിക്കുന്നില്ല. എന്താ നിന്റെ അഭിപ്രായം? ഇന്നലെ ഭയങ്കര പെയിനായിരുന്നു, കണ്ടു നിൽക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. എങ്ങനെ സഹിച്ചു ആവോ? ഏതായാലും ഇന്നൊരു ഡോസ് കൊടുത്തേക്കാം. നാളെ മുതൽ മറ്റേ പെയിൻ കില്ലർ തന്നെ മതിയായിരിക്കും. തന്നെ ഹീലായി പോകുന്ന കേസായതുകൊണ്ട് അന്ന് ഞാൻ പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട, 2 ദിവസത്തെ പെയിൻ ഈ പെയിൻ കില്ലർ തന്നെ താങ്ങുമെന്ന് വിചാരിച്ചു. ഇതിപ്പോ ഇത്ര വലിയ പെയിൻ ഉണ്ടെങ്കിൽ നീ പറഞ്ഞത് ശരിയാ, ഒരു ഡോസ് എടുത്തേക്കാം. പോകുന്നതിന് തൊട്ട് മുൻപ് കൊടുക്കാം. പിന്നെ മറക്കണ്ട, വീട്ടിൽ പോയിട്ട് എത്രയും പെട്ടെന്ന് ഹെവി ആയിട്ട് എന്തെങ്കിലും കൊടുത്ത ശേഷം ഉറങ്ങാൻ പറയണം. അല്ലെങ്കിൽ അറിയാലോ, സമനില തെറ്റിയായിരിക്കും സംസാരിക്കുന്നത്. അവൾ പറയുന്നതും ചെയ്യുന്നതൊന്നും അവക്ക് ബോധം ഉണ്ടാവില്ല. അതുകൊണ്ട് വേഗം ഉറങ്ങുന്നതാണ് നല്ലത്. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. അവള് ഉണർന്നോ എന്തോ, ഞാനൊന്ന് പോയി നോക്കട്ടെ. ഞാനും വരോടും. ജനനി, ഇപ്പൊ എങ്ങനെയുണ്ട്? പെയിൻ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല ഡോക്ടർ, ഞാൻ ഓക്കെയാണ്. ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു, അത് താനെ മാറേണ്ടതാണ്. പക്ഷേ ചെറുതായിട്ട് 2 ദിവസം ഒരു പെയിൻ ഉണ്ടായിരിക്കും. അത് ഞാൻ തന്ന പെയിൻ കില്ലർ കൊണ്ട് മാറാവുന്നതേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടാണ് ഹെവി ഡോസുള്ള മരുന്നൊന്നും ഞാൻ തരാതിരുന്നത്. ഇന്നും കൂടെ ചെറുതായിട്ടൊരു പെയിൻ വരാൻ സാധ്യതയുണ്ട്.
അതിന് സത്യത്തിൽ പെയിൻ വരുവാണെങ്കിൽ ആരും ഇന്നലെ രാത്രി തന്ന മരുന്ന് തന്നെ കഴിച്ചാൽ മതി. പക്ഷെ അത്ര നേരം താൻ പെയിൻ സഹിച്ചുകൊണ്ടിരിക്കുന്നത് തന്റെ ഭർത്താവിന് കണ്ടു നിൽക്കാൻ വയ്യത്ര. അതുകൊണ്ട് നമുക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു ഇഞ്ചക്ഷൻ വെക്കാം. ഇഞ്ചക്ഷൻ എടുത്ത് വീട്ടിലെത്തുമ്പോൾ ഉടനെ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ ശ്രമിക്കണം. അത്രയും ഹെവി ഡോസ് ആണ്. ഓക്കെ? ഓക്കെ ഡോക്ടർ. ആ, ആന്റി ക്യാൻറ്റീനിൽ പോയതായിരുന്നു. അതെ മോനെ, അവൾ ഉണർന്നിട്ട് ഒന്നും കഴിച്ചില്ല, ലഞ്ചും കഴിച്ചില്ലല്ലോ. മോനല്ലേ പറഞ്ഞത് അവൾ ഉണർന്ന ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കണമെന്ന്. ഞാനൊരു ചായ വാങ്ങാൻ പോയതായിരുന്നു. അയ്യോ, അതിന് ആന്റി താഴെ പോയി വാങ്ങേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ക്യാൻറ്റീനിലെ നമ്പറല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിലൊന്ന് വിളിച്ചാ അവരിങ്ങോട്ട് കൊണ്ടു തരില്ലേ? ആ, അതൊക്കെ എനിക്കറിയാം, കൊണ്ടുവരുമായിരിക്കും. എന്റെ മോൾക്കധികം കടുപ്പുള്ള ചായ ഇഷ്ടമല്ല. നമ്മള് താഴെ പോയി വാങ്ങുവാണെങ്കിൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് പറഞ്ഞുണ്ടാക്കാലോ. ജനനി, യു ആർ സോ ലക്കി ടു ഹാവ് സച്ച് എ മദർ ഇൻ ലോ ആൻഡ് ലവിംഗ് പാർട്ട്ണർ. അതെ ഡോക്ടർ, ഇങ്ങനെ ഒരു അമ്മയും ഹസ്ബൻഡിനെയൊക്കെ കിട്ടുന്നത് ഭാഗ്യമുള്ള പെൺകുട്ടികൾക്ക് മാത്രമാണ്. അത് ഭാഗ്യം മാത്രമായിട്ട് തള്ളിക്കളയണ്ട, തന്റെ കഴിവും കൂടെയാണ്. ഇവൻ ഇത്ര സുന്ദരമായ മുഖം ഉണ്ടായിട്ട് എന്താ കാര്യം? MC-യിലെ ഒരൊറ്റ പെൺപിള്ളേര് മുഖത്തേക്ക് നോക്കില്ലായിരുന്നു. അത്ര പേടിയായിരുന്നു ഈ മുള്ളുമുരിക്കിനെ. ഇവനെ നീ കുപ്പിയിലാക്കിയില്ലേ? അപ്പോ ഭാഗ്യം മാത്രമല്ല, തന്റെ കഴിവ് തന്നെയാ. എടാ മതി, നീ ഞങ്ങൾക്ക് പോവാനുള്ള വഴി നോക്ക്. ഒരു ഹാഫ് ആൻ അവർ കഴിയട്ടെടാ, നിനക്കെന്താ അത്ര ധൃതി? ജനനി, ചായ കുടിക്കേ. ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് നമുക്കൊരു ഇഞ്ചക്ഷൻ എടുക്കാം.